വെട്ടിനിരത്താൻ അവസരം നോക്കിയവരെ വെട്ടിലാക്കി അംഗം വെട്ടാൻ സഖാവ്. CPM വെട്ടിനിരത്തലിന് നിന്നുകൊടുക്കാതെ സ്വയം കവചം തീർത്ത് സുധാകരൻ. ഒറ്റ ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഗ്രാഫ് ഉയർത്തി. സഖാവ് സുധാകരൻ വയസ്സനായി, നല്ല കാലം കഴിഞ്ഞു, ശിഷ്ടജീവിതം വീട്ടിലും പറവൂരിലും ഊരുവിലക്കിൽ ഇടാമെന്ന നേതൃത്വത്തിന്റെ വ്യാമോഹം തകർത്താണ് അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സുധാകരൻ പാർട്ടിക്കെതിരെ ഒറ്റയ്ക്ക് അംഗം കുറിച്ചിരിക്കുകയാണ് സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ. കണ്ണൂരിനേക്കാൾ വമ്പൻ നേതാക്കളെ വെട്ടിനിരത്തിയ ചരിത്രമുള്ള ആലപ്പുഴയിലാണ് അസാമാന്യ മെയ്വഴക്കത്തോടെ ഭരണത്തിന്റെയും കേഡർ പാർട്ടിയുടെ ചതിപ്രയോഗങ്ങളെ അതിജീവിച്ച് CPM നേതാക്കൾക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചത്. VS അച്യുതാനന്ദനും ഗൗരിയമ്മയും ഒരു പരിധിവരെ പതറിയും പാളിപ്പോയെടുത്തുമാണ് സുധാകരൻ മർമ്മം നോക്കി പാർട്ടിക്ക് അടികൊടുത്തത്. സ്ഥാനത്തിൽ അച്യുതാനന്ദനെയും ഗൗരിയമ്മയെയും കാൾ പിന്നിലാണെങ്കിലും നിലപാടിൽ ഒന്നാമനാണെന്ന് സുധാകരൻ തെളിയിച്ചു. ജില്ലാ പ്രാദേശിക തലത്തിൽ കഴിഞ്ഞ 5 വർഷം നേരിടേണ്ടി വന്ന അവഗണനയ്ക്കും ആക്ഷേപത്തിനും പിന്നിൽ സംസ്ഥാന നേതൃത്വമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കണ്ണൂർ ലോബിക്കും പാർട്ടി സർക്കാർ അപജയത്തിനുമെതിരെ സംസാരിച്ച അദ്ദേഹം പേരെടുത്തു പറഞ്ഞും പരോക്ഷ പരാമർശങ്ങളിലൂടെയും നേതൃത്വത്തെ വെള്ളം കുടിപ്പിച്ചു. ഭരണത്തിൽ ഒരിക്കലും അഴിമതി കാണിക്കാതെ കാര്യശേഷി തെളിയിച്ച ധൂർത്തിനും അഴിമതിക്കുമെതിരെ ആഞ്ഞടിച്ചു. പിണറായി മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞത് തന്നെ സുധാകര തന്ത്രത്തിന്റെ മൂർച്ച വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സുധാകരൻ സ്വീകരിക്കുന്ന പാർട്ടി വിരുദ്ധത ദോഷം ചെയ്യുമെന്ന ബോധ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ജില്ലാ നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ച് അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. സാധാരണ CPMന്റെ ശൈലിയിൽ നിന്ന് മാറിയുള്ള ഈ ശ്രമങ്ങളെല്ലാം സുധാകരൻ പൊളിച്ചു. CPMകാരനായി തുടരാനുള്ള ബ്രാഞ്ച് അംഗത്വം പുതുക്കില്ലെന്ന് ആവർത്തിച്ചു ഉറപ്പിച്ചു. അനുനയിപ്പിക്കാൻ മോഹന വാഗ്ദാനങ്ങളുമായി എത്തിയ ജില്ലാ നേതൃത്വത്തെ വരാന്തയിലിരുത്തി. അവർക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂവെന്ന് പരസ്യമായി കാണിച്ചു കൊടുത്തു. തലേന്നത്തെ നാടകം പരാജയപ്പെട്ട് നാണം കെട്ടുമടങ്ങിയ ജില്ലാ സെക്രട്ടറി R നാസറിന്റെ മുഖമടക്കം ചാനലുകളിലും വന്നു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറാകാതെ സുധാകരൻ അളന്നുകുറിച്ച തീരുമാനമെടുത്തു. അതിനേക്കാൾ ഗംഭീരമായി അവതരിപ്പിച്ചു. പെട്ടെന്ന് വികാരഭരിതനാകുന്ന സുധാകരനെ പതിവ് ശൈലിയിൽ പ്രകോപിപ്പിക്കാൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും ശാന്തനായാണ് അദ്ദേഹം പ്രതികരിച്ചത്. അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് ആര് നിങ്ങളെ അറിയിച്ചെന്ന ചോദ്യവുമായി തുടങ്ങിയ സുധാകരൻ പാർട്ടിക്കൊപ്പമെന്ന തോന്നലുണ്ടാക്കി. ഒടുവിൽ പാർട്ടി വിട്ടെന്നും സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപനം. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇത് അദ്ദേഹം വ്യക്തമാക്കി. സുധാകരനെതിരെ പ്രതികരിക്കാനും ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റിയിലെ ചോർച്ച തടയാനും CPM എടുത്ത മുൻകരുതലുകളുടെയും ശക്തി ചോർത്തുന്നതായിരുന്നു സുധാകര നയം. ഒടുവിൽ സുധാകരന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വർഗവഞ്ചകന് മാപ്പില്ലെന്ന കേട്ടും കണ്ടും തഴമ്പിച്ച അറുബോറൻ പോസ്റ്ററുകളുമായി CPMന്റെ കുറെ ചാവേറുകൾ ഇറങ്ങി. സുധാകരൻ തന്നെ വളർത്തിയ നാസറും സലാമുമെല്ലാം ഇതേ പല്ലവിയുമായി രംഗത്ത് വന്ന് മടങ്ങി. ഇനി അടുത്ത തന്ത്രങ്ങൾ മെനയുകയാണ് പാർട്ടി. CPMലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ സുധാകരൻ 60 വർഷത്തെ പാർട്ടി ബന്ധമാണ് ഉപേക്ഷിച്ചത്. ഹൈസ്കൂൾ കാലത്താണ് പാർട്ടിയിൽ ചേർന്നത്. ആരും നിർബന്ധിച്ചിട്ടല്ല പാർട്ടിയിൽ ചേർന്നത്. 36 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടിയെ ആക്ഷേപിക്കാനില്ല. 12 പാർട്ടി കോൺഗ്രസുകളിൽ കേരളത്തിനു വേണ്ടി സംസാരിച്ചു. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞ സുധാകരൻ പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന് ആരോപിച്ചു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. സജി ചെറിയാനെതിരെയും MM മണിയും സുധാകരൻ ശക്തമായി ആക്രമിച്ചു. ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊന്നും താൻ പറയില്ല. ഷൂ പറഞ്ഞവർ ഷൂ ആയെന്നും സുധാകരൻ പറഞ്ഞു. യഥാർത്ഥ പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥാനത്ത് എത്ര കാലം ഇരുന്നു എന്നല്ല, എന്തു ചെയ്തു എന്ന് നോക്കണം. തന്നെ പലരും വ്യക്തിഹത്യ നടത്തി. സുധാകുരൻ എന്നുപോലും പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുന്നുവെന്നും അവരെ ആയുധമാക്കുന്നുവെന്നും സുധാകരൻ വിമർശിച്ചു. തന്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചയാളാണ് അച്ഛൻ. സഹോദരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും സുധാകരൻ പരാമർശിച്ചു. ഭുവനേശ്വരനെ അറിയാത്തവർ വിമർശിക്കാൻ വരുന്നു. വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടിവിറ്റ കാശുകൊണ്ടാണ് കേസ് നടത്തിയതെന്നും സുധാകരൻ പറഞ്ഞു. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി നൽകി. എന്റെ വീട്ടിൽ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം ആർക്കും ഉന്നയിക്കാനാകില്ല. ഇങ്ങനെ പാർട്ടി ജീവിതം നയിക്കുന്ന ആളെ വ്യക്തിഹത്യ നടത്തുന്നത് എന്തിനാണ്? രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധം. വലിയ പോരായ്മ പാർട്ടി നേതൃത്വത്തിനുണ്ടായി. രാഷ്ട്രീയ ഇടിവ് കേരളത്തിലുണ്ടായി. നേതൃത്വത്തിന് ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിജിയുടെ ലാളിത്യം വേണം. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് പാടില്ല. തനിക്ക് അഭിമാനത്തോടെ അത് പറയാൻ സാധിക്കും. ഒരുപാട് മർദ്ദനങ്ങളും ഗുണ്ടായുസവും ഏറ്റുവാങ്ങി.
കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്തി. ഒരു വർഗീയതയുമായും യോജിക്കില്ല. ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെയായിരിക്കും എന്നുമെന്നും സുധാകരൻ പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് മുമ്പ് മെമ്പർഷിപ്പ് പുതുക്കാൻ ആള് വന്നു. പുതുക്കിയില്ല. അത് വാർത്തയായി. ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് ചോർത്തിയത്. താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥിയാകുന്നുവെന്നും ആരോടും പറഞ്ഞിട്ടില്ല. MA ബേബി ഇന്നലെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രചാരണങ്ങൾ മാത്രമാണെന്നും ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.